ഒരു ബുള്ളറ്റ് കൊണ്ടാണ് ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, അത് പുറത്തു നിന്നൊരു ബുള്ളറ്റ് ഉള്ളിലേക്ക് വന്ന് ശ്വാസനാളത്തിലെത്തിയാൽ ചുമച്ചാൽ പുറത്തു പോകും. മനോരമയിൽ വന്ന കുറിപ്പെന്ന് പറഞ്ഞാൽ അഴുകിക്കൊണ്ടിരിക്കുന്ന ഇടതുവശത്തെ ശ്വാസകോശത്തിൽ നിന്നും ബുള്ളറ്റ് റിക്കവർ ചെയ്തു. ഞാൻ ആ കുഴിക്കകത്ത് ഇറങ്ങി, ഞാനും എൻ്റെ കൂടെ വന്ന അറ്റൻഡറും കൂടെ കുഴിക്കകത്ത് ഇറങ്ങി. അവിടെ കംപ്ലീറ്റ് പരതി നോക്കിയിട്ട് ബുള്ളറ്റ് കിട്ടിയില്ല. സാർ, അതുപോലെ തന്നെ വെടി ഏറ്റുള്ള മരണങ്ങൾ, അങ്ങനെയുള്ള മരണങ്ങളിൽ കാണുന്ന കാഴ്ചകൾ എന്താണ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ? ഇപ്പോൾ വെടിയേറ്റുള്ള മരണം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വെപ്പണാണ് കാണുന്നത്. ഒന്ന് റൈഫിൾഡ് ഫയർ ആം എന്ന് പറയും. റൈഫിൾഡ് ഫയർ ആം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗണ്ണിന് 3 പാർട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ ബ്രീച്ച് ലോഡിങ്. ബ്രീച്ച് ലോഡിംഗ് ആണ് സാധാരണ ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്യുന്നത് അതുവഴിയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യുന്നതുണ്ട്. പിന്നെ മസിൽ എൻഡ്. അപ്പോൾ ഈ ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ സൈസും ഈ മസിലിൻ്റെ ഡയമീറ്റർ അതിനകത്തൂടെ പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം സൈസായിരിക്കണം. ബുള്ളറ്റിൻ്റെ സൈസ് തന്നെ ആയിരിക്കും. അതിൻ്റെ ഡയമീറ്റർ മറ്റേ മസിലിൻ്റെ ഇതിനല്ലേ ആ ബോർ സൈസ്, അല്ലെങ്കിൽ ആ ട്യൂബിൻ്റെ ഡയമീറ്ററും ബുള്ളറ്റിൻ്റെ ഡയമീറ്ററും സെയിം ആയിരിക്കണം. സെയിം ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സിൽ ഇത് പോകത്തുള്ളൂ. ഈ ഫോഴ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റൈഫിൾഡ് ഫയർ ആംസിൽ മസിലില്ലേ, മസിലിൽ സ്പൈറൽസ് ഉണ്ട്, സ്പൈറൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്യൂസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ മാർക്കിങ്സ് ഈ ബുള്ളറ്റിൽ വരും. മനസ്സിലായോ? അതിനെയാണ് പ്രൈമറി മാർക്കിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ വെപ്പണിൻ്റെ തന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിൽ വേറെ കുറേ മാർക്കിങ്സും വരാം. അതിനെ സെക്കൻഡറി മാർക്കിങ്സ് എന്ന് പറയും. ഇതൊരു ബാലിസ്റ്റിക് ബാലിസ്റ്റിക്. അപ്പോൾ ഈ സെയിം തോക്ക് കൊണ്ടാണോ വെടിവെച്ചത് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി മാർക്കിങ്സും സെക്കൻഡറി മാർക്കിങ്സും കാണണം നമ്മൾ ബുള്ളറ്റിൽ. അത് കണ്ടിട്ട് ടെസ്റ്റ് ഫയർ ചെയ്യും. ടെസ്റ്റ് ഫയർ ചെയ്തിട്ട് ബുള്ളറ്റ് കളക്ട് ചെയ്തിട്ട് ഈ രണ്ട് മാർക്കിങ്സും സെയിം ആണോ എന്നുള്ളത് കമ്പാരിസൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം അപ്രോക്സിമേറ്റ് ചെയ്യും. രണ്ട് ബുള്ളറ്റ് അല്ലല്ല, അതൊക്കെ ഫോറൻസിക് ബാലിസ്റ്റിക് എക്സ്പേർട്ട്. അല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു ബുള്ളറ്റ് കൊണ്ടാണ് ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, ഈ വളരെ ക്ലോസ് ആയിട്ട് വെടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇഞ്ചുറി ആയിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഇഞ്ചുറി ചെറുതായിട്ട് വരും. അത് വൂണ്ട് ഓഫ് എൻട്രി എന്ന് പറയും. വെളിയിലോട്ട് പോകുമ്പോൾ വൂണ്ട് ഓഫ് എക്സിറ്റ് എപ്പോഴും വലുതായിരിക്കും വൂണ്ട് ഓഫ് എൻട്രി കാണും. എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഇതില്ലേ, അതിൻ്റെ ഈ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഫോർവേഡ് മോഷൻ, അത് കഴിഞ്ഞിട്ട് സർക്കുലർ മോഷനും ഉണ്ട്. അതിൻ്റെ ആക്സിസ് തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കര വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ അത് ടിഷ്യൂസിനൊക്കെ ഇഞ്ചുറി വരുത്തിയിട്ടാണ് വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് വുണ്ട് എപ്പോഴും എൻട്രി വുണ്ടിനേക്കാളും വലുതായിരിക്കും. ഈ എൻട്രി വുണ്ടെന്ന് പറയുമ്പോൾ അവിടെ സൂട്ട് പാർട്ടിക്കിൾസ് കാണും, ഈ കരിയുടെ ഇത്. പിന്നെ അൺബേൺഡ് ഗൺ പൗഡർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഗൺ പൗഡർ ആണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. ചില ഗൺ പൗഡർ ഈ കരിയാകാതെ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ തുറച്ച് കയറും. പിന്നെ ഈ ബുള്ളറ്റും ഈ സ്കിൻ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് അബറേഷൻ കളർ എന്ന് പറയും. അവിടെ ഒരു തൊലി നഷ്ടപ്പെടും. അതും കൂടാതെ ഈ ഗണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഗ്രീസോ ഓയിലിങ്ങോ ഉണ്ട്. ആ ഓയിൽ പാർട്ടിക്കിളും കാണും. ഇതെല്ലാം കാണുന്നത് ക്ലോസ് റേഞ്ചിൽ ഫയർ ആമാണ്. ഇപ്പോൾ കോണ്ടാക്റ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഒരു 6 to 12 inches അല്ലെങ്കിൽ 18 inches വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇതൊക്കെ പോവും. ഈ ടാറ്റൂയിങ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ, അൺബേൺ ഗൺ പൗഡർ, അതൊന്നും ഡിസ്റ്റൻസ് കൂടുമ്പോൾ കാണത്തില്ല. ഒരു വെടിവെച്ചാൽ അത് കയറിയിട്ടുണ്ടെന്ന് പോലും അറിയാൻ അല്ല, അത് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലെയിം ട്രാവൽ ചെയ്യുന്നത് 6 inch ഉള്ളൂ. 6 inch കഴിഞ്ഞാൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. 6 inch കഴിഞ്ഞാൽ ഫ്ലെയിം എഫക്റ്റ് വരത്തില്ല. ഇത് ഫയർ ചെയ്യുമ്പോൾ ഫ്ലെയിം ഉണ്ടാകും, പക്ഷേ ബോഡിയുടെ കോണ്ടാക്റ്റ് വരണം എന്നാണ് ഞാൻ പറയുന്നത്. 6 inch അല്ലെങ്കിൽ 12 inch വെച്ച് ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ഈ ചേഞ്ചസ് ഒക്കെ എല്ലാം കാണത്തുള്ളൂ. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇതൊക്കെ അപ്രത്യക്ഷമാകും. അപ്രത്യക്ഷമായിട്ട്
ഈ അൺബേൺഡ് ഗൺ പൗഡർ കയറും എന്ന് പറഞ്ഞില്ലേ സ്കിന്നിൽ, അതിപ്പോൾ ഒരു 18 ഇഞ്ചസൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ അൺബേൺ ഗൺ പൗഡർ ഒന്നും കാണത്തില്ല. വൂണ്ട് ഓഫ് എൻട്രി മാത്രമേ കാണത്തുള്ളൂ, ചെറിയൊരു എൻട്രി. അതിൽ അബറേഷൻ കളർ കാണും, പിന്നെ ഗ്രീസ് പാർട്ടിക്കിൾസും കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ഇത് പറയുന്നത്, ഡിസ്റ്റൻസ് പറയുന്നത്. എങ്ങനെയാണ് ഇത് മരണകാരണമാകുന്നത്? മരണകാരണമാകുന്നത് എവിടെയാണ് തറച്ച് കയറിയത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാവക്കാടിൽ ഒരു പച്ചക്കറി നടത്തുന്ന ആൾ, വ്യാപാരി, അങ്ങേര് ഒരു ദിവസം അങ്ങേരുടെ ചെയറിലിരുന്നിട്ട് ഒരു ഭയങ്കര ഒരു വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. എന്നിട്ട് അങ്ങേര് ഈ ടേബിളിൻ്റെ പുറത്ത് വീഴുന്നു. അപ്പോൾ ആൾക്കാരും പോലീസൊക്കെ പറഞ്ഞത് അങ്ങേർക്ക് മറ്റേ ഇതാണ് ഇടിമിന്നലേറ്റിട്ടാണ് മരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ബോഡി കൊണ്ടുപോയി, ജീവിച്ചിരിക്കുകയാണെന്നുള്ള ഒരു ഇതിൽ ബോഡി കൊണ്ടുപോവാണ്. അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ ബറി ചെയ്യാണ്. അപ്പോൾ ഇങ്ങേർക്കൊരു മോനുണ്ട്. ഈ മോൻ എന്ത് ചെയ്തു, കംപ്ലയിൻറ്റ് ചെയ്തു, അങ്ങനെ മരിച്ചത് മറ്റേ ഇടിമിന്നലേറ്റിട്ടൊന്നുമില്ല, എനിക്ക് മരണകാലത്തിൽ സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോടുകൂടി CI വന്നു. അപ്പോൾ CI വന്നിട്ട് പറയുന്നത് അതിൽ വേറെ സംശയമൊന്നുമില്ല, അങ്ങേരുടെ പുറത്തൊരു മുറിവുണ്ട്. ഈ ഡോക്ടറെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഒരു ആണി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആണി കുത്തിക്കയറിയതാണ്, അല്ലാതെ വേറെ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഡേറ്റ് ഫിക്സ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ പാലയൂർ പള്ളിയാണ്, പാലയൂർ. അപ്പോൾ പാലയൂർ പള്ളി ബറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാനായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എൻ്റെ കൂടെ വരുന്ന ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയി. പോകുമ്പോൾ ഞാൻ കാണുന്നത് സാധാരണഗതിയിൽ ഡോക്ടർ വന്നതിന് ശേഷമേ ബോഡി എക്സ്യൂം ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ബോഡി ഓൾറെഡി വെളിയിലെടുത്തിട്ട് ഒരു ടേബിളിൽ വെച്ചിട്ട് 2 ആൾക്കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോഡി ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറേ കയർത്ത് സംസാരിച്ചു. എന്നിട്ട് ബോഡിയുടെ അടുത്ത് നോക്കുമ്പോൾ അത് ബുള്ളറ്റ് കൊണ്ടുള്ള മരണമാണെന്ന് പറയാനായിട്ട് ഒരു സംശയവും ഒരാൾക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അന്ന് ഒരു പ്രൊബേഷണറി SP ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അടുത്ത് പറഞ്ഞു ഇത് ബുള്ളറ്റ് വെടിവെച്ചതാണ്. എന്നിട്ട് ബോഡി എല്ലാ ഫയർ ആം കേസും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സ്റേ എക്സാമിനേഷൻ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ് എവിടെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും, എക്സാക്ട് ലൊക്കേഷൻ. ഇപ്പോൾ ഷോട്ട് ഗൺ കൊണ്ട് വെടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ളത് എല്ലാം കൺട്രി ഗണ്ണാണ്. ലോക്കലായിട്ട് ചകിരിയും കല്ലും കിട്ടുന്ന അതിനകത്ത് ഗൺ പൗഡർ എല്ലാം കൂടെ മസിലിൻ്റെ നിന്ന് അടിച്ച് കയറ്റും. അപ്പോൾ അതിൽ കാണുന്ന ഇഞ്ചുറീസ് വേറെ രീതിയാണ്. അപ്പോൾ എക്സ്റേ എടുത്തിട്ടേ ചെയ്യാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, എക്സ്റേ എടുക്കാനായിട്ട് ഡെഡ് ബോഡി ആംബുലൻസിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ എടുക്കത്തില്ലെന്ന് പറഞ്ഞു, ഡെഡ് ബോഡി ഒന്നും കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. കുറച്ച് പഴക്കമുള്ളതുകൊണ്ട് ഡീകമ്പോസിറ്റൊക്കെ ആയി. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം തുടങ്ങുമ്പോൾ ഈ നമുക്ക് 7th റിബിൻ്റെ അവിടെ 2 റിബിന് ഇടയ്ക്കുള്ള സ്ഥലം 7th ഇൻ്റർകോസ്റ്റൽ സ്പേസ് എന്ന് പറയും. അതിനകത്താണ് അവിടെയാണ് നമുക്ക് വൂണ്ട് ഓഫ് എൻട്രി വന്നേക്കുന്നത്. ലങ്ങിൽ അത് പോകുന്നുണ്ട്, ആ ഇഞ്ചുറി പോകുന്നുണ്ട്, പക്ഷേ ലങ്ങിൽ നിന്നും വെളിയിൽ പോകുന്നില്ല. അപ്പോൾ വളരെ അത് കൂടുതൽ പ്രയത്നിച്ച് ഈ ബുള്ളറ്റ് സെർച്ച് ചെയ്തു. ബുള്ളറ്റ് കിട്ടുന്നില്ല. ബുള്ളറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ബുള്ളറ്റിന് വേണ്ടി നോക്കി, പരിധി നോക്കി, ഒന്നും കിട്ടിയില്ല. ചെസ്റ്റ് ക്യാവിറ്റിനകത്തുമില്ല, വെളിയിൽ പോയിട്ടുമില്ല. അപ്പോൾ ഇത് വെളിയിൽ പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശ്വാസനാളത്തിൽ വരാം. അങ്ങനൊരു ചുമ വരികയാണെന്നുണ്ടെങ്കിൽ
അത് വേണമെങ്കിൽ വെളിയിൽ പോകാം. അത് പുറത്തു നിന്നൊരു ബുള്ളറ്റ് ഉള്ളിലേക്ക് വന്ന് ശ്വാസനാളത്തിലെത്തിയാൽ ശ്വാസനാളത്തിലെത്തി അതൊക്കെ പോസിബിലിറ്റീസാണ് പറയുന്നത്. ചുമച്ചാൽ പുറത്ത് പോകും, അതൊരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അഴുകുമ്പോൾ ഇതിനകത്ത് പ്യൂട്രിഫൈയിങ് ഗ്യാസസ് നിറയുകയാണ് ചെസ്റ്റ് ക്യാവിറ്റിയിലൊക്കെ. അപ്പോൾ അത് പ്രഷർ ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റൊമക് കണ്ടൻസ് വെളിയിൽ വരും. അതുപോലെ ഈ ശ്വാസനാളത്തിൽ കാണുന്ന ബുള്ളറ്റും വെളിയിലോട്ട് പോകാം. അപ്പോൾ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2 പേര് ക്ലീൻ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോഴെവിടെയെങ്കിലും വീഴുന്നു കാണണം, പോസിബിലിറ്റിയാണ് പറയുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പോസിബിലിറ്റീസൊക്കെ മുന്നിൽ കണ്ടിട്ട് ഞാൻ ആ കുഴിക്കകത്ത് ഇറങ്ങി. ഞാനും എൻ്റെ കൂടെ വന്ന അറ്റൻഡറും കൂടെ കുഴിക്കകത്ത് ഇറങ്ങി. അവിടെ കംപ്ലീറ്റ് പരതി നോക്കിയിട്ട് ബുള്ളറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ലങ് പോർഷനും ഈ ചെസ്റ്റിലെ റിബും മസിൽസും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവിടെ കൊണ്ട് ഇതൊക്കെ എക്സ്റേ ചെയ്തു. എക്സ്റേ ചെയ്തിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ബുള്ളറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഒപ്പീനിയൻ കൊടുത്തപ്പോൾ ഞാൻ ബുള്ളറ്റ് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഒപ്പീനിയൻ കൊടുത്തപ്പോൾ വെറ്ററിനറി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു ബുള്ളറ്റ് കിട്ടാതെ പറഞ്ഞാൽ പ്രശ്നമാകും, നമുക്ക് പ്രൊജക്റ്റൈൽ എന്ന് പറയാമെന്ന് പറഞ്ഞു. പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് പ്രൊജക്റ്റഡ് ഔട്ട്. ബുള്ളറ്റാണെന്ന് ഡയറക്റ്റായിട്ട് പറയണ്ട, ഇൻഡയറക്റ്റായിട്ട്. പക്ഷേ അതങ്ങനെ കൊടുത്തത് ഒരു തിരിച്ചടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻ ശരിയല്ല എന്നുള്ളത് പിന്നെ അത് എനിക്ക് മനസ്സിലായത്. ബുള്ളറ്റ് എന്ന് തന്നെ പറഞ്ഞ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഏതായാലും ഒപ്പീനിയനൊക്കെ കൊടുത്തു. ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പ്രൊബേഷണറി SP പറഞ്ഞു, ഈ മരിച്ചുപോയ ആളിൻ്റെ ഷർട്ട് സ്റ്റേഷനിലുണ്ട്, അതുകൂടെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എക്സാം ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ പർട്ടിക്കുലർ കറസ്പോണ്ടിങ് ഏരിയയിൽ ബ്ലാക്കനിങ് ഉണ്ട്, പിന്നെ ബുള്ളറ്റ് കയറിയതിൻ്റെ പാടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് 2 അപ്രോക്സിമേറ്റ് കയറിയിട്ടുണ്ട്. ബുള്ളറ്റ് ഷർട്ടിൻ്റെ കൂടെ തന്നെ കയറിയത്. അപ്പോൾ ഷർട്ടിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ അതിൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് പോയപ്പോൾ അന്നത്തെ DIG ഇത് അറിയാൻ കഴിഞ്ഞിട്ട് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചിട്ട് അവർ തമ്മിൽ തർക്കമായി, വഴക്കൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞെന്ന് സംഭവിക്കുന്നു, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് CI അപ്പോൾ അങ്ങേർക്ക് വേണ്ടത് ബുള്ളറ്റല്ല, അങ്ങേർക്ക് വേണ്ടത് ഇടിമിന്നലേറ്റോ അല്ലെങ്കിൽ ബാമ്പ് പൊട്ടിയോ സർട്ടിഫിക്കറ്റ് അല്ല. സർട്ടിഫിക്കറ്റ് അങ്ങേർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. 162 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ പറയത്തില്ല, എന്നാൽ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറയാം, ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും അത് തന്നെ പറഞ്ഞത്, ഇത് പറ്റത്തില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ എവിടെ എത്തുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് CBI ഏൽപ്പിച്ചു. CBI വന്നിട്ട് ഇത് കണ്ടുപിടിച്ചു, ഇതങ്ങേർക്ക് വെടിവെച്ചാണ് മരിച്ചെന്നുള്ളത്. മഞ്ചേരിയിൽ ഒരു ഈ ഇതല്ലേ നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത തോക്കാണ്. ബുള്ളറ്റ് പിന്നെ റിക്കവർ ചെയ്തു. അല്ല അത് പറയാം, റിക്കവറിയാണ് വളരെ ഇൻട്രസ്റ്റിങ്. അപ്പോൾ ആ മാനുഫാക്ചറിങ് ഇത് ഏരിയ കണ്ടുപിടിച്ചു. റീപോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഒരു റീപോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സെക്കൻഡ് റീപോസ്റ്റ്മോർട്ടം. അപ്പോൾ അന്നത്തെ മെഡിക്കൽ ലീഗൽ അഡ്വൈസർ ടു ദി കേരള സ്റ്റേറ്റ് പോലീസ് അദ്ദേഹവും കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും, ഞാൻ പേരൊന്നും പറയുന്നില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും കൂടെ വന്നിട്ട് വീണ്ടും എക്സ്യൂം ചെയ്തിട്ട് ബുള്ളറ്റ് കിട്ടി എന്ന് അവർ അവകാശപ്പെട്ടു. അപ്പോൾ എനിക്കത് മനസ്സിന് വളരെ പ്രയാസം വന്നു. അത് എങ്ങനെയാണ് കിട്ടിയത്, കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. വേറൊരു ഫയർആം കേസിൽ തൊടുപുഴ സെഷൻസ് കോടതിയിൽ ഞാൻ എവിഡൻസ് കൊടുക്കാൻ പോയപ്പോൾ അന്നത്തെ ബാലിസ്റ്റിക് എക്സ്പേർട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ കേസ് ഞാനാണ് ചെയ്തതെന്നുള്ള അങ്ങേർക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇത് പറയാം, ഇങ്ങനെ ചാവക്കാട് ഒരു കേസിൽ രണ്ടാമത്തെ എക്സ്ഹ്യൂമേഷനിൽ ബുള്ളറ്റ് റിക്കവർ ചെയ്തു. ഈ ക്രൈം ബുള്ളറ്റ് FSL അയച്ചു കൊടുത്തു. അപ്പോൾ ടെസ്റ്റ് ബുള്ളറ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ടാലി ചെയ്യുന്നില്ല. ആ വെപ്പണല്ല ഫയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ അനുമാനിക്കാം, ഈ അവർ റിക്കവർ ചെയ്തതെന്ന് പറയുന്ന ബുള്ളറ്റ് ഇംപ്ലാന്റ് ചെയ്തതാണ്, അവിടെ കൊണ്ടിട്ടു.
അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബുള്ളറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കേസിൽ ബുള്ളറ്റ് എടുത്തില്ലല്ലോ, ബുള്ളറ്റ് കണ്ടുപിടിച്ചില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ചു എന്നുള്ളതിൽ എടുത്തപ്പോൾ ഇത് രണ്ടും കൂടെ ടാലി ചെയ്യത്തില്ല. ക്രൈം ബുള്ളറ്റും ടെസ്റ്റ് ബുള്ളറ്റും കറസ്പോണ്ട് ചെയ്യുന്നില്ല ഈ കമ്പാരിസൺ മൈക്രോസ്കോപ്പ് ഇതിൽ. അങ്ങനെയാണ് ഈ വെപ്പണിൽ നിന്ന് വന്ന ബുള്ളറ്റ് അല്ല എന്നുള്ളത് മറ്റേ ബാലിസ്റ്റിക് എക്സ്പേർട്ട് പറയുന്നത്. അപ്പം ഞാനൊന്നും പറയാൻ പോയില്ല, ഞാനെല്ലാം കേട്ടോണ്ടിരുന്നു. അപ്പോഴെന്നെ മനസ്സിലായി ഇത് ഇംപ്ലാന്റ് ചെയ്തതാണെന്നുള്ളത്. 2001, 2001 ആ ഇതിൽ CBI കോടതിയിൽ ഈ കേസ് വന്നു. അപ്പോൾ അന്ന് CBI പ്രോസിക്യൂട്ടറായിട്ട് വന്ന ആൾ മദ്രാസിൽ നിന്ന് വരികയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. പക്ഷേ അങ്ങനെ മലയാളിയാണ്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, സാറേ ഇത് ഫയർ ആർം ഇഞ്ചുറി കേസാണ്, അത് കൂടുതൽ അറിഞ്ഞിരിക്കണം, ഞാൻ രാത്രി വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മറ്റേ ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തു. ഇങ്ങേരുടെ അടുത്ത റൂം അങ്ങേരുടെ ആണ്. ഞാനവിടെ പോയപ്പോഴും അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്നും പറ്റത്തില്ല, നാളെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. രാവിലെ വെളുപ്പിന് 6 മണിക്ക് അങ്ങനെ റൂമിൽ പോയി. അങ്ങേര് എന്നെ ഫയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനാസ്ഥ കൊണ്ടാണ് ഇത് കാണാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല എനിക്ക് തലവേദനയായി. ഞാൻ അങ്ങനെയായിട്ട് ഭയങ്കര വഴക്കായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കണമെന്നില്ല, ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫയറാമിനെ പറ്റിയുള്ള അറിവ് വേണം, അത് കോടതി വെച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. കോടതിയിൽ പോകുന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഇല്ല അങ്ങേർക്ക്. പിന്നെ ജഡ്ജാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ആൾക്കാരുടെ ആ ഒരു മനോഭാവം പറയാണ്, അങ്ങേര് ഇപ്പം എൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അന്ന് രണ്ടാമത്തെ ഓട്ടോപ്സിയിൽ അല്ലെങ്കിൽ റീപോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ്. എനിക്കവിടെ മെറ്റൽ ഡിറ്റക്ടർ ഒന്നുമില്ല. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം എക്സാമിൻ ചെയ്യുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഒന്നുമില്ല. പക്ഷേ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നിട്ട് ബുള്ളറ്റ് റിക്കവർ ചെയ്തെന്ന് പറയുകയാണ്. മനസ്സിലായോ? അത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു 1989 ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. 1990 ഈ രണ്ടാമത്തെ എക്സ്ഹുമേഷൻ ചെയ്യുന്നത്. അപ്പോൾ മനോരമയിൽ വന്ന ഒരു കുറിപ്പെന്ന് പറഞ്ഞാൽ അഴുകിക്കൊണ്ടിരിക്കുന്ന ഇടതുവശത്തെ ശ്വാസകോശത്തിൽ നിന്നും ബുള്ളറ്റ് റിക്കവർ ചെയ്തു. 1 വർഷം ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ടിഷ്യൂസ് ഒന്നും കാണത്തില്ല, എല്ലാം ഡീകമ്പോസ് ചെയ്ത് പോവും. അപ്പോൾ മനോരമ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അതിലും കണ്ടപ്പോഴേ ഇത് എന്തൊക്കെയാണ് എഴുതി വയ്ക്കുന്നതെന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ എൻ്റെ ഒരു സീനിയർ പ്രൊഫസറായിട്ട് ശിവശങ്കരപിള്ള സാറെന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ, സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. സാറന്ന് MD എക്സാമിനേഷന് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് പെർഫെക്റ്റ് സർട്ടിഫിക്കറ്റാണ്, ഇത് കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ എവിഡൻസൊക്കെ കൊടുത്തു കഴിഞ്ഞു. എൻ്റെ റിട്ടയർമെൻറ്റ് 2007 2007 എനിക്കിത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വനിതയിൽ ഒരു ആർട്ടിക്കിൾ വന്നു ഈ മെഡിക്കൽ ലീഗൽ എക്സ്പേർട്ടിനെ പറ്റി പുകഴ്ത്തിയിട്ട്. അതിൽ പറയുന്നത് ഇന്നാര് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നെങ്കിൽ ഈ കേസ് ഈ മരിച്ച ആളെ കൊന്നത് ഫയർ ആം ഉപയോഗിച്ചാണെന്നുള്ളത് വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പുകഴ്ത്തി ഒരുപാടൊക്കെ എഴുതി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ തന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സാറിങ്ങനെ സാറാണിത് കണ്ടെടുത്തെന്ന് പറയുന്നു, പക്ഷേ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. എനിക്ക് പരിമിതികളുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നുള്ളത് പറയുന്നില്ല, സാറാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്, അതൊരിക്കലും ശരിയല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത് ബോംബ് എക്സ്പ്ലോഷൻ എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, സാറിൻ്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് വായിച്ച് നോക്കിയോ? അപ്പോൾ പറഞ്ഞു വായിച്ചില്ല. ഞാൻ പറഞ്ഞു വായിക്കാതെ എങ്ങനെ ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരു നിരസതയോടുകൂടി ഞാൻ ഫോണങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ മനോരമയിൽ വീണ്ടും ഒരു ആർട്ടിക്കിൾ വന്നു. ആർട്ടിക്കിൾ വന്നിട്ട്
എന്നെ പറ്റിയുള്ള ഒരു എന്താ പറയുക, ഒരു അധിക്ഷേപ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ അങ്ങേർക്കൊന്നും അറിയത്തില്ല, ഇന്നാരും വന്നതുകൊണ്ട് മാത്രമാണ് തെളിയിച്ചതെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ എവിഡൻസ് ഈ അന്നത്തെ എന്താ പറയുക, ഈ മനോരമയിലെ ആ ചീഫ് ആളുണ്ടല്ലോ മാമൻ, അങ്ങനെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ അത് നോക്കിയിട്ട് ഈ ആർട്ടിക്കിൾ എഴുതിയ ആളുടെ അടുത്ത് പറഞ്ഞു അതങ്ങനെ എഴുതാൻ പാടില്ല, ആദ്യം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞു എഴുതണമെന്ന് പറഞ്ഞു. അതൊക്കെ മാറ്റി എഴുതി. അതാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇത് കൊടുത്തിട്ടുള്ളത്.